ഇനി അടുത്ത കൂട്ടര് സദുക്കായരാണ്. ഇവരെ നമുക്ക് അന്നത്തെ ലിബറലുകൾ എന്ന് വിളിക്കാം. വളരെ പ്രോഗ്രസീവായിട്ടുള്ള പുരോഗമന ചിന്താഗതിക്കാരായിരുന്നു. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂ, ലോകവീക്ഷണമായിരുന്നു അവരുടേത്. സ്വർഗം, നരകം, മരണാനന്തര ജീവിതം, മാലാഖമാര്, അതുപോലെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വിശ്വാസമില്ലായിരുന്നു. ഇവരായിരുന്നു സമ്പന്നരായ പുരോഹിതവർഗം. എല്ലാ പുരോഹിതരും സദുക്കാരാണെന്നല്ല കേട്ടോ പറയുന്നത്. ഫരിസേയരുടെ ഇടയിലും പുരോഹിതന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇവരായിരുന്നു ദേവാലയ ഭരണം നിയന്ത്രിച്ചു വന്നിരുന്ന പുരോഹിത പ്രമാണികൾ. ഇനി ഇവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ്. കൺസർവേറ്റീവായിട്ടുള്ള ഫരിസേയര് റോമൻ ഭരണത്തെ എതിർത്തെങ്കിൽ ലിബറലുകളായിട്ടുള്ള സദുക്കായര് റോമുമായിട്ട് സഹകരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, തങ്ങളുടെ അധികാരവും സമ്പത്തും എല്ലാം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് റോമുമായി പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകുക എന്ന ഒരു അടവ് നയമാണ് ഇവർ സ്വീകരിക്കുന്നത്. ചുരുക്കത്തിൽ ഫ്രെഡി പറഞ്ഞതുപോലെ റോമാക്കാരുടെ മൂടുതാങ്ങികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കൂട്ടരുകളാണ്, ലിബറലുകളാണ്, സദുക്കായരാണ്. ഫുൾ വീഡിയോ എൻ്റെ തിയോലോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്.